തിരുവനന്തപുരത്തേക്ക് ഒന്ന് വേഗത്തിൽ പോവേണ്ടതുണ്ട്. അവിടെ ആശാ പ്രവർത്തകരുടെ സമരം ഒരു സുപ്രധാന ഘട്ടത്തിലാണ്. ഇന്ന് 50-ാം ദിവസമാണ്. മുടി മുറിച്ചുകൊണ്ട് പ്രതിഷേധിക്കുമെന്നാണ് അവർ അറിയിച്ചിരിക്കുന്നത്. അവിടെ പ്രകടനം പുരോഗമിക്കുകയാണ്. അരുൺ ചേരുന്നുണ്ട്. അരുൺ, ഇന്ന് മുടി മുറിച്ച് സമരം ചെയ്യുമെന്നാണ് അവർ പ്രഖ്യാപിച്ചത്. അതിന് മുന്നോടിയായിട്ടാണോ അവരുടെ ഈ പ്രകടനം? അതുതന്നെയാണ്, മുടി മുറിച്ച് സമരമാണെന്ന് അവരുടെ പ്രഖ്യാപനം. പക്ഷെ അതിന് മുന്നോടിയായി മുടി അഴിച്ചിട്ട് പ്രകടനം നടത്തുകയാണ് ആശാ സമരക്കാർ. സമരം ഒരു തരത്തിലും അവസാനിപ്പിക്കാനുള്ള നീക്കങ്ങൾ സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നില്ല. സമരക്കാർക്കും ഒരിഞ്ച് പോലും പിന്നോട്ട് പോകില്ലെന്ന് അവർ വ്യക്തമാക്കുന്നു. ആ സാഹചര്യത്തിലാണ് സമരം അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നത്. ഇന്ന് ഈ സമരത്തിന്റെ ഇവിടുത്തെ തുടർച്ചയായി മറ്റ് ജില്ലാ കേന്ദ്രങ്ങളിലുമൊക്കെ ഇവർക്ക് അനുഭാവം ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള സമരം നടക്കേണ്ടതുണ്ട്. ആശാ സമരം 50 ദിവസം പിന്നിടുന്നു. ആ സാഹചര്യത്തിലാണ് മുടി മുറിച്ച് സമരത്തിലേക്ക് ആശമാർ പോകുന്നത്. അതിന് മുന്നോടിയായുള്ള മുടി അഴിച്ചിട്ടുള്ള സമരമാണിപ്പോൾ നടക്കുന്നത്. വലിയ പിന്തുണ ഇപ്പോഴും ഈ സമരത്തിന് ലഭിക്കുന്നുണ്ട്. പല രാഷ്ട്രീയ പാർട്ടികൾക്കപ്പുറത്തേക്ക് സാമൂഹിക സാംസ്കാരിക മതസംഘടനാ നേതാക്കളൊക്കെ ഈ സമരത്തിന് പിന്തുണയുമായി എത്തുന്നുണ്ട്. ഏതായാലും അല്പസമയത്തിനകം അവരുടെ മുടി മുറിച്ചുള്ള സമരം ആരംഭിക്കും. നിരവധി സമരങ്ങൾ കണ്ട സെക്രട്ടേറിയറ്റ് മുൻവശമാണ്, MG റോഡാണ്. പല സമര രൂപങ്ങൾക്ക് സാക്ഷിയായ സ്ഥലമാണിത്. അവിടെ ആശമാരും ഒരു വ്യത്യസ്ത സമര രീതിയിലേക്ക് കടക്കുകയാണ്. മുടി മുറിച്ചുള്ള സമരത്തിലേക്ക് ആശമാർ പോകുന്നു. നിരാഹാര സമരം 12-ാം ദിവസം പിന്നിടുന്നു. ഇപ്പോഴും ഒരു തരത്തിലുള്ള ഒത്തുതീർപ്പ് ചർച്ചകൾക്കും സർക്കാർ തയ്യാറാകുന്നില്ല എന്ന് മാത്രമല്ല, സർക്കാർ സമരത്തെ കൈയൊഴിയുന്നു. കേന്ദ്രമാണ് ഇനി ചെയ്യേണ്ടതെന്ന് അവർ സർക്കാർ നിലപാട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരിന്റെ കോർട്ടിലല്ല ഈ പന്ത് എന്ന് സംസ്ഥാന സർക്കാർ വ്യക്തമാക്കുമ്പോൾ കേന്ദ്രം ആശമാരുടെ വേതനം വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം ന്യായമെന്ന് പറയുന്നതിനപ്പുറത്തേക്ക് കേന്ദ്രത്തിന്റെ ഭാഗത്ത് നടപടികളൊന്നും ഉണ്ടാകുന്നില്ല. ഏതായാലും സമരം ഓരോ ദിവസവും ശക്തമാവുകയാണ്. സമരക്കാർ പുതിയ സമരരൂപങ്ങൾ, സമരരീതികൾ സ്വീകരിക്കുകയാണ്. അതിന്റെ ഒടുവിലത്തെ സമരരൂപമായി മാറുന്നു ഇപ്പോഴത്തെ ഈ മുടി അഴിച്ചിട്ടുള്ള സമരവും അതിനുശേഷം മുടി മുറിച്ചുള്ള സമരവും. ആ സമരം അല്പസമയത്തിനകം ആരംഭിക്കും. അതിശക്തമായ പ്രതിഷേധമാണ് സമര പന്തലിൽ ഉയരുന്നത്. സർക്കാരിനെതിരെ രൂക്ഷമായ മുദ്രാവാക്യം വിളികളാണ് സമരപ്പന്തലിൽ ഉയരുന്നത്. വലിയ പങ്കാളിത്തം, ആശമാരുടെ പങ്കാളിത്തം ഇന്നും ഈ സമരവേദിയിൽ നമുക്ക് കാണാനാകുന്നുണ്ട്. സ്ത്രീകൾ അവരുടെ സമരത്തിന് പിന്തുണയുമായി സാധാരണക്കാരായ ആളുകൾ ഉൾപ്പെടെ ഇവിടേക്ക് എത്തുന്നുണ്ട്. സംസ്ഥാന സർക്കാർ ആകട്ടെ ഇനി ഒന്നും ചെയ്യാൻ കഴിയുന്ന നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. സമരം എങ്ങനെ അവസാനിപ്പിക്കുമെന്ന കാര്യത്തിൽ സമരക്കാർക്കും യാതൊരു ധാരണയുമില്ലാത്ത സാഹചര്യമുണ്ട്. സർക്കാരിനും സമരം അവസാനിപ്പിക്കാൻ ഒരു വഴിയും മുന്നോട്ട് വയ്ക്കാൻ കഴിയില്ല. കഴിഞ്ഞ ദിവസം തദ്ദേശ മന്ത്രി MB രാജശേഖരൻ പറഞ്ഞത് ഇനി സർക്കാരിന് ചെയ്യാവുന്നതെല്ലാം ചെയ്തു കഴിഞ്ഞു, ഇനി ഒന്നും ചെയ്യാനില്ല എന്നുള്ളത് സർക്കാർ നിലപാട് വ്യക്തമാക്കുമ്പോൾ ഈ സമരം അനിശ്ചിതമായി നീണ്ടുപോകുന്നു എന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുകയാണ്. തൊട്ടപ്പുറത്ത് INTUC ആരംഭിച്ച അംഗനവാടി വർക്കർമാരുടെ സമരമൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ അവസാനിപ്പിച്ചത്. പക്ഷേ അപ്പോഴും ആശമാരുടെ സമരം ഒരു തരത്തിലും അവസാനിക്കുന്ന ലക്ഷണങ്ങൾ കാണാനാകുന്നില്ല. സ്ത്രീകൾ കൂട്ടത്തോടുകൂടി മുടിമുറിച്ച് ഇവിടെ പ്രതിഷേധിക്കാനുള്ള തയ്യാറെടുപ്പാണ്. ഒരുപക്ഷെ കേരള സമര ചരിത്രത്തിന് ഇത്തരമൊരു കൂട്ടമായി സ്ത്രീകൾ മുടിമുറിച്ചുള്ള ഒരു പ്രതിഷേധം അപൂർവം എന്ന് തന്നെ പറയേണ്ടി വരും. അതിന് സ്ത്രീകൾ തയ്യാറെടുക്കുകയാണ്. നമുക്കറിയാം സ്ത്രീകൾ എത്ര പ്രാധാന്യത്തോടുകൂടി അഭിമാനബോധത്തോടെ തങ്ങളെ മുടി കാണുന്നത്. ആ മുടി മുറിച്ചുകൊണ്ടുള്ള സമരത്തിലാണ്. ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ സമരത്തിന്റെ പ്രധാന നേതാക്കളായ ബിന്ദുവും മിനിയും ഒക്കെ ഉണ്ട്. ഇപ്പോൾ ബിന്ദുവിന്റെ സംസ്ഥാന പ്രസിഡന്റ് ബിന്ദുവിന്റെ മുടി ആദ്യം മുറിക്കും എന്നതിന്റെ ലക്ഷണങ്ങൾ നമുക്ക് കാണുന്നത്. മിനിയും ഈ സമരപ്പന്ത് തൊട്ടടുത്തുണ്ട്. പ്രധാന നേതാക്കൾ തന്നെ മുടി മുറിച്ച് ഈ സമരത്തിന് നേതൃത്വം നൽകും. മുടി മുറിച്ച് ഈ സമരത്തിന്റെ തുടക്കം കുറിക്കും. അതിന്റെ ഒരുക്കങ്ങളാണിപ്പോൾ നടക്കുന്നത്. മുടി മുറിച്ചുള്ള സമരത്തിലേക്ക് ആശമാർ കടക്കുമ്പോൾ ഒരു പുതിയ സമരരൂപം കൂടി ആയി മാറുകയാണ് ഇത്. ആശാ സമരം ഓരോ ദിവസവും വ്യത്യസ്തമായ സമര രീതികൾ കൊണ്ട്, പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമാകുന്നു. വലിയ പിന്തുണ ഇപ്പോഴും ഈ സമരത്തിന് ലഭിക്കുന്നു. സമരത്തിന്റെ മുന്നോട്ട് പോക്ക് എങ്ങനെയാണ്, സമരം എങ്ങനെ അവസാനിക്കും എന്ന കാര്യത്തിലും യാതൊരു വ്യക്തതയും ആർക്കുമില്ലെങ്കിലും പിന്മാറാൻ ഒരുക്കമല്ല സ്ത്രീകൾ എന്ന് വ്യക്തമാക്കിക്കൊണ്ട് തന്നെയാണ് അവർ ഈ രീതിയിൽ പുതിയ സമര രൂപത്തിലേക്ക് മാറുന്നത്. മുടിമുറിക്കൽ സമരം ആരംഭിക്കാൻ പോകുന്നു. സജിത്ത്, ആശാപ്രവർത്തകരുടെ സമരം ഇന്ന്
50-ാം ദിവസത്തിൽ കൂടുതൽ കടുപ്പിക്കുകയാണ്. കൂടുതൽ കടുത്ത നീക്കം, മുടി മുറിച്ചുകൊണ്ട് സമരരംഗത്ത് കടുത്ത പ്രതിഷേധ നീക്കങ്ങൾ നടത്തുകയാണ് ആശാപ്രവർത്തകർ. സംസ്ഥാനത്ത് ഈ സമരം വലിയ രീതിയിൽ ജനശ്രദ്ധ കിട്ടാൻ ഇടയാക്കുന്ന ഒരു കാരണം കൂടിയായി ഇതൊരു പക്ഷേ മാറിയേക്കാം. എന്തായാലും മുടി മുറിച്ചുകൊണ്ട് പ്രതിഷേധം സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും ഇവർക്ക് പിന്തുണയുമായി ആളുകൾ മുടി മുറിച്ച് രംഗത്ത് വന്നേക്കും എന്നതാണ് അറിയാനാവുന്നത്. പല രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരുമൊക്കെ ഇവർക്ക് പിന്തുണ നൽകുന്നുണ്ട്. അങ്ങനെ മുടി മുറിച്ചുകൊണ്ടുള്ള പ്രതിഷേധത്തിലേക്കാണ് ഇവർ വരുന്നത് എന്നതാണ് അവിടെ നിന്നുള്ള നീക്കം. ഇന്ന് 50-ാം ദിവസമാണ് സമരം ഒത്തുതീർപ്പാവാനുള്ള സാഹചര്യങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ കടുത്ത നീക്കം ഇവർ പ്രഖ്യാപിക്കുന്നു. ഇത് ഞങ്ങളുടെ പ്രതിഷേധത്തിന്റെ ഭാഗമാണ് ഈ മുടിമുറിക്കൽ. എല്ലാവരും ചോദിക്കുന്നത് പോലെ വളരെ വൈകാരികമായ വിഷയം തന്നെയാണ്. പക്ഷേ കഴിഞ്ഞ 50 ദിവസമായി ഈ തെരുവോരത്തിരിക്കുന്ന ആരോഗ്യ പ്രവർത്തകരുടെ ആരോഗ്യം സംരക്ഷിക്കുവാൻ പോലും യാതൊരു ഉത്തരവാദിത്വമില്ലാത്ത ഗവൺമെന്റിനെയാണ് നമ്മൾ കാണുന്നത്. പ്രിയമുള്ളവരെ, ഇന്ന് 50-ാം ദിവസം ഇവിടെ ഇരിക്കുമ്പോൾ പോലും ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഞങ്ങളെ ആക്ഷേപിക്കുന്നു. 232 രൂപ കൂലി അത് ഞങ്ങൾക്ക് മതിയാവില്ലെന്ന് പറയുമ്പോൾ ഞങ്ങളെ വീണ്ടും വീണ്ടും ആക്ഷേപിച്ചൊറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നു. ഈ ആക്ഷേപങ്ങൾ ഞങ്ങൾ പുറക്കില്ല, കേരള സമൂഹം പുറക്കില്ല. പ്രത്യേകിച്ചും കേരളത്തിലെ സ്ത്രീകൾ ഇന്ന് ഞങ്ങളുടെ ഈ മുടി മുറിച്ച് പ്രതിഷേധിക്കുമ്പോൾ കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ, ആലപ്പുഴയിൽ, എറണാകുളത്ത്, കാസർഗോഡ് തുടങ്ങി വിവിധ ജില്ലകളിൽ ഈ ആശാപ്രവർത്തകർ അതോടൊപ്പം അനുഭവം പ്രകടിപ്പിച്ചുകൊണ്ടത് പുരുഷന്മാരടക്കം ഇന്ന് മുട്ടയടിക്കുന്നുണ്ട്, മുടി മുറിക്കുന്നുണ്ട്. ഇതൊരു സവിശേഷമായ സമരമാണ്. അനീതിക്കെതിരെ, അന്യായത്തിനെതിരെ തൊഴിലാളികൾ പണിമുടക്കിക്കൊണ്ട് അവർ സമരത്തിലേക്ക് പോകുമ്പോൾ അവരെ ഒറ്റപ്പെടുത്തി ആക്രമിച്ച് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഭരണാധികാരികൾക്കുള്ള കൂടിയാണിത്. ഞങ്ങളെ ആദ്യമായിട്ട് ചെയ്തത് ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ലോകത്ത് നടക്കാറുണ്ട്. പക്ഷേ ഇടതുപക്ഷപ്പെടുന്ന ഈ ഗവൺമെന്റ് അതിന്റെ സ്വഭാവം ഉപേക്ഷിച്ചുകൊണ്ട് വലതുപക്ഷത്തേക്ക് പോയിക്കൊണ്ട് നമ്മളെ ഈ തെരുവിലേക്ക് കൊല്ലാക്കൊല ചെയ്യാൻ ശ്രമിക്കുമ്പോൾ സ്ത്രീകളുടെ പ്രതിഷേധമാണിത്. ഞങ്ങൾക്ക് കരച്ചു കരിക്കാൻ നിങ്ങൾക്ക് കഴിവില്ലേ? ഞങ്ങളെ മുഴുവൻ ആശാവർക്കർമാരും തല ഉയർത്തിപ്പിടിച്ചിട്ടാണ് ഈ മുടി മുറിക്കാനെത്തിയിരിക്കുന്നത്. ആരും കഴിയില്ല. അങ്ങനെ കരഞ്ഞ് തലനാട്ടിപ്പോകാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. അങ്ങനെ ചെയ്യില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ മുടിമുറിക്കുന്നത്. ഇന്നിവിടെ നടക്കുന്ന ഈ മുടിമുറി ഇത് ഈ കേരളമെമ്പാടും പരന്നിട്ടാൻ ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. അങ്ങ് പോകണ്ടേ, നിങ്ങൾ ഇവിടെ നിങ്ങളൊന്ന് നമുക്ക് ചെയ്യാൻ പറ്റുമല്ലോ. നിങ്ങൾ സഹകരിക്കണം. ഇതുവരെ നിങ്ങളൊന്ന് സഹകരിച്ച് സ്ഥലമെടുത്തില്ലെങ്കിൽ ഒരേ സമയം മുറിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ സഹകരിക്കണം. അപ്പുറത്തിരിക്കുന്ന ആളുകൾ ഈ പൊതുവായ നിങ്ങൾക്ക് വേർപെട്ട് പോയാൽ അത് വലിയൊരു ബുദ്ധിമുട്ടുണ്ടാക്കും. അതുകൊണ്ട് വേഗം സഹകരിക്കണം. വൈദ്യുതമായ അഭ്യർത്ഥനയാണ്. നമ്മുടെ ഇരുവശത്തും 2 വശത്തും ആളുകൾ തയ്യാറായിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് എല്ലാവരും സഹകരിക്കണം അഭ്യർത്ഥിച്ചുകൊണ്ട്